എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവർക്കും ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാനിന്നിവിടെ എടുത്താക്കുന്നത് പട്ടമീൻ്റെ 2 പീസാണ്. നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, കുറച്ച് ഉണക്ക കുരുമുളക്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളെപ്പോഴും പേസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില അധികം വേണ്ട, ഒരു 3-4 തണുത്ത് മതിയായിരിക്കും, അതിൽ മതി. പിന്നെ നമുക്ക് ഉണക്ക കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതിട്ടു. ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. പിന്നെ ഇതിനൊപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്താക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മുടെ മീന് നല്ലൊരു കളർ കിട്ടും. നമുക്ക് 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പച്ചമുളകും കുരുമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് എരിവുള്ള നല്ല മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ജാറ് കഴുകി ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊപ്പം നമുക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ പുളി കിട്ടും. അപ്പോൾ നമ്മുടെ മീനിലെല്ലാം മസാല നന്നായിട്ട് പിടിക്കും ഒരു നാരങ്ങ നീര് ചെല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു ലേശ ഉപ്പ് മുന്നിലോട്ട് നിൽക്കണം, കാരണം നമ്മുടെ മീൻ കഷ്ണത്തിലെല്ലാം പിടിക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്, ഒരു ശകലം കോൺഫ്ലവർ. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊന്നും അധികം എണ്ണയിലേക്ക് പോകില്ല, നമ്മുടെ മീനെ തന്നെ പിടിച്ചിരിക്കും. നല്ല നമ്മുടെ മീൻ ഒരു ക്രിസ്പി രൂപത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. അധികം ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കാം. 2 വശവും സൈഡും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ പീസായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താക്കുന്നതാണ്. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കും. നമുക്കൊരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊന്നും അങ്ങനെ അടിയിൽ പിടിച്ച് കരിയല കറിവേപ്പില ഇട്ട് കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ മീൻ കരിയും, പക്ഷെ നമ്മുടെ മീനിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. ഓക്കെ, ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, അടി പിടിക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ അങ്ങനെ എണ്ണയിൽ കിടന്നങ്ങ് മുരിയണുണ്ട്. നമുക്കതൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പം ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മീൻ റെഡി ആയിട്ടില്ല, നമുക്ക് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കാനുണ്ട്. ഏകദേശം നമ്മുടെ മീൻ റെഡിയായി വരുന്നു. എണ്ണയിലൊക്കെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് മീൻ നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡായി, മറ്റേ സൈഡും കൂടെ കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. എപ്പോഴും ശ്രദ്ധിക്കുക, തീ കൂട്ടിയിടരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല ക്രിസ്പി രീതിയിൽ നന്നായി ഫ്രൈ ചെയ്തുള്ള നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്